ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? അങ്ങനെ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ലേ? കുടുംബാംഗങ്ങളെ എന്ന് വിളിച്ചാലാണ് ഇഷ്ടപ്പെടുകയുള്ളൂ. എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ? കുഞ്ഞുങ്ങളെ, സുഖമാണോ? ഇന്ന് വിശുദ്ധ സഭയിൽ വിശുദ്ധ സ്നാപയോഹന്നാന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പല കൃത്യത്തിലും പല ഡേറ്റുകളുണ്ട്. പിന്നെ എന്തായാലും തിരുനാളിന് പ്രത്യേക മംഗളങ്ങൾ കേട്ടോ. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപയോഹന്നാന്റെ പേരിലൊരു കൈ ഉയർത്തിക്കേ. ഓക്കെ, ഹാപ്പി ഫീസ്റ്റ്. ഹല്ലേലൂയ. സ്നാപയോഹന്നാന്റെ മധ്യസ്ഥൊക്കെ തേടുന്നത് നല്ലതാണ്. സഭയിൽ പല പ്രാർത്ഥന ഒരു ഹയർ ഓർഡറിലാണല്ലോ സ്നാപയോഹന്നാന്റെ സ്ഥാനം എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഒരു നന്മറിഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എടുക്കാൻ പോകുന്ന വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ആത്മാവിനെ സ്വർഗത്തിലേക്ക് നേടിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു പ്രത്യേക ഗിഫ്റ്റ് കിട്ടണം. ഞാൻ നേടിയ ആത്മാക്കളുമായിട്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു വൈഫാണെങ്കിൽ ഹസ്ബൻഡിന്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. ഒരപ്പനും അമ്മയാണെങ്കിൽ മക്കളുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. മക്കളാണെങ്കിൽ അപ്പന്റെ അമ്മയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഏറ്റവും അധികം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക കൃപ, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഈശോയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി അത് നടക്കുന്നുള്ള ഉറപ്പാണ്. സെന്റ് അഗസ്റ്റിന് മോനിക്കാമയൊക്കെ നല്ല ഉദാഹരണങ്ങളാണ്. ആ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം. അതായത് പല പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾ ഓർക്കണം, ഈ പ്രാർത്ഥനകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒരാളെ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കറിയാം, അത് നമുക്ക് എത്ര പേര് കാണുന്നതിന് എന്നെ തെറ്റപ്പെടുത്താൻ പറ്റില്ല. വാട്സപ്പിലൂടെയുള്ള നമ്പർ ലക്ഷങ്ങളാണ്, നിങ്ങൾക്കറിയാം. ഫേസ്ബുക്കും യൂട്യൂബ് മാത്രമല്ല. അത്രയും ലക്ഷങ്ങൾ ഈ സമയത്ത് ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി ശ്രദ്ധിക്കണം. ഒരു ഒറ്റ നിയോഗത്തിന് വേണ്ടി ഇത്ര ആത്മാക്കൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥന അതുപോലെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം. അത് നമ്മൾ ഓരോ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് തെളിയാം. ഒരു പ്രത്യേക മെത്തഡോളജി കർത്താവ് നമുക്ക് തരും. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യാക്കോബസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ വാക്യമാണ് തലക്കെട്ട്. നമുക്കിഷ്ടമുള്ളത് കൊടുത്താൽ പോരാ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞ് നമുക്ക് ഒരാൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അത് വിചാരിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന നിർബന്ധമല്ല അല്ലേ എന്ന് പറയുന്നത് പോലെ അവരുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ളൊരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ള സത്യമാണ്. ഇവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഈ എപ്പിസോഡുകൾ തുടങ്ങിയ കാലഘട്ടം നിങ്ങൾക്കറിയാം. ഇതിനൊരു ആദ്യത്തെ ഒരു 10-30 എപ്പിസോഡുകൾ ഈ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടാൻ സാധ്യതയില്ലാത്തതുണ്ട്. അപ്പൊ അങ്ങനെ കിടക്കുന്ന അതിനകത്തുള്ള ആദ്യമൊക്കെ പറഞ്ഞൊരു വചനമാണിത് കേട്ടോ. ഏറ്റവും വില കൂടിയതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം അത് പലരും കിട്ടാത്തതുകൊണ്ട് അതിനൊന്നൂറ് ഇന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. അപ്പം മലാഖി 2-ലെ വചനം നിങ്ങൾക്കറിയാം, ദൈവഭക്തരായ മക്കളെ അല്ലാതെ വേറെ എന്നാ ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ വാട്ട് ഇസ് ദ എക്സ്പെക്ടേഷൻ ഓഫ് ഗാഡ്? എന്താണ് ദൈവത്തിൻ്റെ പ്രതീക്ഷ? എന്താണ് ദൈവത്തിൻ്റെ ആഗ്രഹം? ഒരു വാഴ വെച്ചാൽ നമുക്ക് വാഴക്കലും ഉണ്ടാകണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏക കാര്യം, ഓൺലി വൺ തിങ്, ഒറ്റ കാര്യം, നമ്മുടെ ആത്മാവാണ്. അപ്പോൾ ഈ ആത്മാവിനെ കർത്താവ് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്, അഭിലഷിക്കുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പിള്ളേരാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഒരു അഭിലാഷമാണ് അല്ലേ? ചിലർ പ്രായം കഴിഞ്ഞൊരു വണ്ടി അല്ലേ, ഒരു ബൈക്കോ പിന്നെ 4 വീലറൊക്കെ ആഗ്രഹമാണ് എന്നൊക്കെ. അത് മാനുഷികമായ ഇത് അതിൻ്റെയൊക്കെ എല്ലാം അപ്പുറത്ത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏകാരം. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ആത്മാവിനെ മാത്രമല്ല, നമുക്ക് നമ്മുടെ ഡയറക്റ്റായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കണം അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉറ്റ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ പഠിക്കുന്ന കോളേജിൽ തന്നെ അവരെത്തിക്കണം. അല്ലെങ്കിൽ അതോ അവനെ ഞാൻ പിക്നിക്ക് അവനും കൂടെ വന്നാലും ശരിയാവുള്ളൂ അല്ലേ? അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ദ സെയിം വേ. ഓക്കെ, സ്തുതിയായിരിക്കട്ടെ കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് ഓർത്ത് നന്ദി പറയും. കർത്താവ് ഞങ്ങൾക്ക് തന്നെ ആനന്ദം തന്നതിന് നന്ദി പറയുന്നു. ടോക്കൊക്കെ മുറങ്ങാതെ കേൾക്കാൻ കൃപ നൽകുന്നതിന് നന്ദി പറയുക. പരിശുദ്ധാത്മാവേ
ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഇനി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നേരിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ നേടാനുള്ള ഒരു പ്രത്യേക ശുശ്രൂഷ രീതി ഈശോയുടെ നാമത്തിൽ വെളിപ്പെടട്ടെ എന്ന് ആശീർവദിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഇവരെ ശല്യപ്പെടുന്ന ദുഷ്ടാരങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. രോഗങ്ങൾ യേശു നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ മനസ്സ് തകർന്നിരിക്കുന്നവരെ എല്ലാ തരത്തിലും നിരാശയെ ബന്ധി വിട്ടുപോട്ടെ. ദൈവ കൃപ കൊണ്ട് നിങ്ങളെ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈ വചനം ജീവിക്കാൻ കൃപ കൊടുക്കട്ടെ. എല്ലാ ദിവസവും ആത്മാവിന് ഒരുക്കാൻ ഒരു അഭിഷേകം നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.